Good morning. After listing the characters of living things, we gave a clear definition for living organisms. If we are looking around us, observing the surroundings, we can see large number of organisms around us. There are different birds, different fishes, lot of insects, different types of plants, even various kinds of potted plants, etc. Along with this, around us, there are many microscopic organisms in the air, in the soil, in the water, which we are not seeing our naked eyes. What is life എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തി. ജീവികളുടെ കുറേ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഒരു സിസ്റ്റത്തെയാണ് ഓർഗാനിസം എന്ന് പറയുക എന്ന് നമ്മളൊരു ഡെഫിനിഷനും കൊടുത്തു. ഈ ക്യാരക്ടേഴ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഗാനിസത്തെ കാണാൻ പറ്റും. വ്യത്യസ്തമായ, അതിൽ മൾട്ടി സെല്ലുലാറായിട്ടുള്ള ബഹുകോശ ജീവികളായിട്ട് നമ്മൾ കാണുന്ന കുറേ ഐറ്റംസ്, പിന്നെ നമ്മൾ കാണാത്ത എത്രയോ മില്യൺസ് ഏകകോശ ജീവികളും, ഇങ്ങനെ ഒരുപാട് ജീവികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. These organisms, plants or animals which we observed are actually representing each species. Such 1.7 to 1.8 million of species are known and described. ഇങ്ങനെ നമ്മൾ കാണുന്ന ജീവികൾ, അവ യഥാർത്ഥത്തിൽ ഓരോ സ്പീഷീസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ സ്പീഷീസിലും ഒരുപാട് ഇൻഡിവിജ്വൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ 17 ലക്ഷം മുതൽ 18 ലക്ഷം വരെ 1.7 to 1.8 മില്യൺ സ്പീഷീസ് നമ്മൾ കണ്ടെത്തുകയും നമ്മൾ അവയെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഇനിയും എത്രയോ കണ്ടെത്താനും ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്യാനും നമ്മുടെ ചുറ്റുപാടിൽ കുറേ ജീവികൾ കിടക്കുന്നുണ്ട്. All these different number and types of organisms living on the earth is termed as biodiversity. Various number and types of organisms living on the earth is termed as biodiversity. That is our today's class. That is biodiversity in the living world. ഏതാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്? ബയോഡൈവേഴ്സിറ്റി ഇൻ ദി ലിവിങ് വേൾഡ്. So what is biodiversity? Various number of organisms and various types of organisms living on the earth is termed as biodiversity. What is the Malayalam? എന്താ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ജൈവ വൈവിധ്യം. എന്താ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ? ഈ ഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് എണ്ണം, അതുപോലെ വ്യത്യസ്തമായ എണ്ണം ജീവിവർഗങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്
ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവവൈവിധ്യം എന്ന് പറയുന്നത്. ഓക്കെ, when we see these different organisms, we will list the characters of that organism through clear observations. This listing of characters of organisms is called characterization. So, characterization is listing the characters of organisms through close observation to identify them. ജീവികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവയുടെ ക്യാരക്ടേഴ്സ് കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ട് ലിസ്റ്റ് ചെയ്യുന്നതിനാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുക. എന്താണ് അതിന് പറയുക? ക്യാരക്ടറൈസേഷൻ. എന്താ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? സ്വഭാവങ്ങൾ. നമ്പർ ഓഫ് ലെഗ്സ്, നമ്പർ ഓഫ് വിങ്സ്, നമ്പർ ഓഫ് ടീത്ത്, presence or absence of ear pin, external ear, etc. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുക. ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ. ഒരു ജീവിയെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അവയെ കൃത്യമായി ഒബ്സർവ് ചെയ്യും. ആ ഒബ്സർവേഷനിലൂടെ അവരുടെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഇതിനാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുക. സോ ത്രൂ ക്യാരക്ടറൈസേഷൻ we are identifying the organism. Thus, identifying the organisms based on characters is called identification. So the second process to know the organism is identification. Identification means identifying the organisms based on the characters. Thus, after identifying the organism, then what will be the next step? Giving a name. Okay? Giving the name is called nomenclature. So the next thing is nomenclature. Giving name is called nomenclature. Generally, after identifying organism, we are giving common names or local names. Local names are different in different local area in the same country, so it make confusion. ജീവികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം എന്നതായിരിക്കും. അങ്ങനെ ജീവികൾക്ക് പേര് കൊടുക്കുന്നതിനാണ് നോമെൻക്ലേച്ചർ എന്ന് പറയുക. ആ പേര് നമ്മൾ അധികവും ഏത് ഏരിയയിലാണോ കണ്ടെത്തിയത് അവിടുത്തെ ലാംഗ്വേജ് അനുസരിച്ച് ഒരു പേര് കൊടുക്കും. വേറൊരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ വേറൊരു പേര് കൊടുക്കും. ഇതിനാണ് ലോക്കൽ നെയിം എന്ന് പറയുക. ഒരു ജീവിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് തന്നെ വ്യത്യസ്തമായ ലോക്കൽ നെയിം ഒരു ചെറിയ ഏരിയയിൽ തന്നെ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കറിയാം, അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ. ഉദാഹരണമായിട്ട് പപ്പായക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ വ്യത്യസ്തമായ പേരുകൾ ഉണ്ടാവും അല്ലേ? ഓമക്കായ എന്ന് പറയും, കർമൂസ എന്ന് പറയും, കറൂത്ത എന്ന് പറയും. കുറച്ച് ഇവിടുന്നാണ് പോയാൽ ആ ഈശ്ശേരി സൈഡിലൊക്കെ കറുത്ത് എന്ന് പറയും. അപ്പോൾ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ തന്നെ
ഒരെണ്ണത്തിന് വ്യത്യസ്തമായ ലോക്കൽ നെയിംസ്. ഇറ്റ് മേക്ക് കൺഫ്യൂഷൻസ്. സോ scientists used to give a name for an organism which help to identify that organism all over the world. Thus, naming the organism by which that organism is known all over the world, it is called nomenclature. Nomenclature is naming an organism by that name the organism is known all over the world. എന്താ പറഞ്ഞത്? ഒരു ജീവിക്ക് പേരിടുക. ആ പേര് കൊണ്ട് ജീവിയെ മൊത്തം ലോകത്തിൻ്റെ എല്ലാ കോർണറിലുള്ള ആളുകളും ആ പേരെന്നെ വിളിക്കുക. ഇതിനാണ് നോമെൻക്ലേച്ചർ എന്ന് പറയുക. ഗിവിങ് ദി നെയിം, ഓർ വി ക്യാൻ സേ ഗിവിങ് സയൻറ്റിഫിക് നെയിം ബൈ വിച്ച് ദാറ്റ് ഓർഗാനിസം ഈസ് നോൺ, അറിയപ്പെടുക ഓൾ ഓവർ ദി വേൾഡ്. സോ ഇഫ് വി ആർ ഗിവിങ് എ നെയിം ടു ആൻ ഓർഗാനിസം ഇൻ അവർ സ്കൂൾ, we will get a concept. The same concept is getting when the same name is used in each and every corner of the world. ഇതേ വേർഡ് ലോകത്തിൻ്റെ ഏത് പാർട്ടിലെ ഒരു +1 ക്ലാസ്സിൽ പറഞ്ഞാലും ഒരേ ജീവിയായിരിക്കണം മനസ്സിലേക്ക് വരേണ്ടത്. അങ്ങനെ പൊതുവായ മൊത്തം വേൾഡിലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പേര് ഇടുന്നതിനാണ് നോമെൻക്ലേച്ചർ എന്ന് പറയുക. ദിസ് നോമെൻക്ലേച്ചർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കെറോളസ് ലിന്നേയസ്, ആൻഡ് ദർ ആർ മെനി പ്രിൻസിപ്പിൾസ്. നെയിമിംഗ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഡൺ by certain principles and criteria which are provided in the ICBN. ICBN, International Code for Botanical Nomenclature. Different criteria and principles for giving name to plants are present in the International Code for Botanical Nomenclature. നോമിൻക്ലേച്ചറിൽ ജീവികളെ പേരിടുന്നതിന് ചില പ്രത്യേക നിബന്ധനകളുണ്ട്, പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ പ്ലാന്റ്സിന് പേരിടാനുള്ള പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയ ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ International Code for Botanical Nomenclature, or simply it is called ICBN. So you have to know what is ICBN and what is its full form. Then animals are named based on the principles and criteria provided in ICZN. ICZN. What is the full form? In ICBN, B is for botanical. So in ICZN, Z is for zoological. So what is the full form? Yes, International Code of Zoological Nomenclature. So these two you have to remember very clearly, and it is asked for examination. ഇതുവരെ നമ്മൾ ക്ലാസ് എടുത്തതിൽ ഈ ഒന്നാമത്തെ സിമ്പിൾ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിമ്പിളായിട്ടുള്ള 2 പോയിന്റുകളാണ് ICBN-ഉം ICZN-ഉം. രണ്ടിൻ്റെയും ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ഇതിൽ പ്ലാന്റ്സിനെ പേരിടാൻ ഏതാണ് ഉപയോഗിക്കുക?
അതുപോലെ ആനിമൽസിന് പേരിടാൻ ഏതാ ഉപയോഗിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. വെരി സിമ്പിൾ. Then based on ICBN and ICZN, plants and animals are named, and this naming is also based on principles. That principles are provided by Carolus Linnaeus, and they are the following. The first one, the names should be 2 words. In the scientific naming or nomenclature, organisms are named by 2 words. ഒന്നാമത്തെ നിബന്ധന 2 വേർഡുകൾ ഉണ്ടായിരിക്കണം. The first word is representing the genus, and the second represent the species. വെറുതെ 2 വേർഡ് ഇട്ടാൽ പോരാ, ആ വേർഡുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വേർഡ് ആ ജീവികളുടെ ജീനസിനെ കുറിക്കുന്നതും സെക്കൻഡ് വേർഡ് അവയുടെ സ്പീഷീസിനെ കുറിക്കുന്നതുമായിരിക്കണം. So the first principle in the nomenclature is it should be 2 words. First word denote the genera or genus, and the second denotes the specific epithet or the species. So due to this, nomenclature is also called ബൈനോമിയൽ നോമിൻക്ലേച്ചർ. അതുകൊണ്ട് നോമിൻക്ലേച്ചറിനെ എന്തുകൂടെ പറയും? ബൈനോമിയൽ നോമിൻക്ലേച്ചർ എന്നുകൂടെ പറയും. Then the second principle, these 2 words should be Latin words, or they are derived from Latin, or they are Latinized. എന്താ രണ്ടാമത്തെ റൂള്? ഈ 2 വേർഡും ഒന്നുകിൽ ലാറ്റിൻ വേർഡുകളായിരിക്കണം, അല്ലെങ്കിൽ ലാറ്റിനിൽ നിന്ന് ഡിറൈവ് ചെയ്ത വേർഡുകളായിരിക്കണം, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിത്തതാണെങ്കിൽ അവയെ ലാറ്റിനൈസ് ചെയ്തിരിക്കണം. അതാണ് രണ്ടാമത്തെ റൂൾ. These words should be Latin or derived from Latin, or they are Latinized. ഇപ്പൊ ഇന്ത്യ, അത് ലാറ്റിനൈസ് ചെയ്യുമ്പോഴാണ് ഇൻഡിക്ക എന്നാവുക. മലബാർ, അതിൻ്റെ ലാറ്റിനൈസ്ഡ് ഫോമാണ് മലബാരിക്കസ്. ഈ വിധത്തിൽ വേർഡുകളെ ലാറ്റിനൈസ് ചെയ്തിരിക്കണം. Then the third rule is to know they are Latin. If they are written, they should be underlined. When we are writing the name, it is separately underlined. And if they are printed in italics. This is the third rule. ഈ വേർഡുകൾ ലാറ്റിനാണ് എന്ന് കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ സയൻറ്റിഫിക് പേര് എഴുതുമ്പോൾ 2 വേർഡിനെയും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ അവ ഇറ്റാലിക്സിലായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. ഇതാണ് 3ാമത്തെ റൂൾ. ക്ലിയർ അല്ലേ? യെസ്. Then the 4th one is the first word denoting the genus should be started with the capital letter.
First word start with capital letter, and the second word denoting the species or specific epithet is starting with a small letter. എന്താ നാലാമത്തെ റൂള്? ഈ രണ്ട് വേർഡുകൾ എഴുതുമ്പോൾ ഒന്നാമത്തെ വേർഡിന്റെ ഒന്നാമത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. രണ്ടാമത്തെ വേർഡിന്റെ ഒന്നാമത്തെ ലെറ്റർ നിർബന്ധമായും സ്മോൾ ലെറ്ററും ആയിരിക്കണം. അവിടെയാണ് തെറ്റിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായും എന്ന് പറഞ്ഞത്. Thus, the scientific name of mango tree is Mangifera indica. What is the scientific name of mango tree? Mangifera indica. How we can write it? എങ്ങനെയാണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് എഴുതുക? മാഞ്ചിഫറ ഇൻഡിക്ക. എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഒന്നാമത്തെ വേർഡ് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. രണ്ട്, രണ്ടാമത്തെ വേർഡ് സ്മോൾ ലെറ്ററിലായിരിക്കണം. ഇനി എന്താ? They should be separately underlined. സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇത് ലാറ്റിൻ വേർഡുകളോ ലാറ്റിനൈസ്ഡ് വേർഡുകളോ ആയിരിക്കണം. Among these, Mangifera denote the genus of mango tree and indica denotes the species or specific epithet. Epithet എന്ന് പറഞ്ഞാൽ എന്താ? Epithet means സഫിക്സ്. അത്രയേ അർത്ഥമുള്ളൂ. സഫിക്സ് അതിൻ്റെ കൂടെ ഒന്നാമത്തെ വേർഡിൻ്റെ കൂടെ സഫിക്സ് ആയിട്ട് രണ്ടാമത്തെ ഒരു വേർഡും കൂടെ വരണം. അത് സ്പീഷീസ് നെയിം ആയിരിക്കണം. സോ ദീസ് ആർ അബൌട്ട് ദി നോമെൻക്ലേച്ചർ. അപ്പോൾ ജീവികളെ അവരുടെ ക്യാരക്ടർ ലിസ്റ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു പേരിടും. ആ പേര് നമ്മൾ വിചാരിച്ച മാതിരി ഇടാൻ പറ്റൂല. അതിന് ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇടുക. ആ റൂൾസും റെഗുലേഷൻസും ഒക്കെ പ്ലാന്റ്സിനാണ് പേരിടുന്നതെന്നുണ്ടെങ്കിൽ ICBL ഉണ്ടായിരിക്കും. ആനിമൽസിനാണെങ്കിൽ ICZL ഉണ്ടായിരിക്കും. ആ റൂളിലെ ബേസിക് ആയിട്ടുള്ള 4 എണ്ണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ദെൻ ആഫ്റ്റർ നെയിമിംഗ്, ഡ്യൂ ടു ഇനോർമസ് നമ്പർ ഓഫ് ഓർഗാനിസംസ്, for making their study easy, we are trying to group them. Grouping of organisms are called classification. So next is classification. You are familiar with this term. എന്താ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ജീവികളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളാക്കി തിരിക്കുക. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ടേം അല്ലേ? എന്തിനേയും കാറ്റഗറൈസ് ചെയ്യുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ദി പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്ഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം സിമ്പിൾ and easily observable characters. ഏതൊന്നിനെയും വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കുക. അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട്. ഇതിനാണ് കോമൺ ആയിട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. Thus, in biology, classification is grouping the organisms into different categories based on the characters. ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ വ്യത്യസ്തമായ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. The scientific term
for denoting the category is taxa. കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ്. അതിന് ഉപയോഗിക്കുന്ന സയന്റിഫിക് ടേമാണ് ടാക്സ. പ്ലൂരലാണ്, സിംഗുലർ ടാക്സൺ. So the scientific term for denoting different categories are taxa. Thus, the process of classification of organisms into different taxa is called taxonomy. Another term, taxonomy. This is a process in which organisms are grouped into different taxa based on characters. ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ വ്യത്യസ്തമായ ടാക്സയാക്കി തിരിക്കുന്നതിനാണ് ടാക്സോണമി എന്ന് പറയുക. ദിസ് ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ബയോളജിയിലെ ഒരു ബ്രാഞ്ചാണ് ടാക്സോണമി. ആൻഡ് കരോളസ് ലിന്നേയസ് ഈസ് ദി ഫാദർ ഓഫ് ടാക്സോണമി. The basis of classification in taxonomy are the external structure, the internal structure of organisms, the structure of cells, the process of development, and the ecological informations. The basis of classification are one, the external structure of organism, morphological structure of organisms, ജീവികളെ പുറമേ കാണുന്ന സ്ട്രക്ചർ. ഇന്റേണൽ സ്ട്രക്ചർ, ജീവികളുടെ ഉള്ളിലെ സ്ട്രക്ചർ. ദെൻ ദി സ്ട്രക്ചർ ഓഫ് സെൽസ്, അവയിലെ സെല്ലുകളുടെ സ്ട്രക്ചർ. ദെൻ ദി പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്, എങ്ങനെയാണ് ആ ജീവികൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന്. ആൻഡ് ദി എക്കോളജിക്കൽ ഇൻഫർമേഷൻസ്, ആ ജീവി താമസിക്കുന്ന ഏരിയ. ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ജീവികളെ ടാക്സോണമിയിൽ വ്യത്യസ്ത കാറ്റഗറീസ് ആയിട്ട് തിരിക്കുക. ഓക്കെ. Thus, in taxonomy, there are characterization, identification, classification, and nomenclature, and these are the four bases of taxonomy. അപ്പോൾ ടാക്സോണമി എന്ന ബ്രാഞ്ചിന്റെ ബേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 1, characterization. 2, identification. Then 3rd, nomenclature, and 4th, classification. Then this taxonomy is started very early in human history. In earlier classification, the plants and animals are classified based on their use. Animals are used by human beings for getting their food, for clothing, and for shelter. So due to this, both plants and animals are categorized as the animals used for food, used for clothing, used for shelter, etc. After the classification, there are different taxa. These different taxa are arranged in a specific order. This orderly arrangement is based on the relationship between the organism, especially the evolutionary relationship. After adding this arrangement of different taxa, the taxonomy became the new branch
and it is called systematics. Systematics. So in systematics, all organisms are classified into different taxa, and all these different taxa are arranged according to the relationship among the organism, especially the evolutionary relationship. ഇപ്പം ജീവികളെ ടാക്സോണമിയിൽ വ്യത്യസ്ത ടാക്സണുകളാക്കിയിട്ട് തിരിച്ചു. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസിനെ പിന്നെ ഒരു വ്യക്തമായ ഒരു ഓർഡറിലാക്കിയിട്ട് അറേഞ്ച് ചെയ്യണം. ഈ ഓർഡർലി അറേഞ്ച്മെന്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. ആ റിലേഷൻഷിപ്പ് മെയിനായിട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വന്നപ്പം ടാക്സോണമിയെ എന്താക്കി മാറ്റി? സിസ്റ്റമാറ്റിക്സ് ആക്കി മാറ്റി. സോ സിസ്റ്റമാറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീലിംഗ് വിത്ത് the classification and systematic arrangement of taxa based on the evolutionary relationship. So this is about the second subheading in the chapter Living World, that is biodiversity. In that biodiversity, you have to remember what is biodiversity. What is taxonomy? What are the four processes of taxonomy? Characterization, identification, classification, and nomenclature. Then the rules for naming the plants, the ICBN, and rules for naming the animals, ICZN, and four important rules of nomenclature. And lastly, the systematics. All these branch is started by Carolus Linnaeus, and he gave a title for his publication as Systema Naturae. The title of his publication was Systema Naturae. So this is about the biodiversity and taxonomy. Thank you.